പെരിങ്ങത്തൂർ മഹല്ല് ജമാഅത്തിന്റെയും ഖത്തർ ചാപ്റ്ററിന്റെയും സംയുക്ത സംരംഭമായ ശിഹാബ് തങ്ങൾ ഡയാലിസിസിന്റെ ശിലാസ്ഥാപന കർമ്മം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് സാദിഖ് അലി തങ്ങൾ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ സൈനുൽ ആബിദ് സഫാരി അധ്യക്ഷത വഹിച്ചു. സെന്ററിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയ കൂലോത്ത് മഹമ്മൂദിനെയും മൂസ ഹാജിയെയും സാദിഖ് അലി തങ്ങൾ ആദരിച്ചു. പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. പലപ്പോഴും എൻ്റെ നിലപാടുകളും വിവാദമാവാറുണ്ട്. ഉടൻ ഫോൺ വരും, എല്ലാ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ. ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ പ്രായം അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ അഭിപ്രായം വ്യക്തിത്വമെന്ന് പറയേണ്ടി വരും. ഏത് ഘട്ടത്തിൽ സ്പീക്കർ ആയപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം, വിഭജന പ്രവർത്തകനാകുമ്പോഴും എല്ലാം നിലപാടുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പൊത്തിപ്പറിക്കുമ്പോൾ, ഞാനെന്ന വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ സാന്ത്വനത്തിന്റെ ഫോണായി വരുന്ന ഒരു വ്യക്തിയുടെ ഫോണാണ് ആ വ്യക്തിയുടെ ഫോൺ. അതുകൊണ്ടാണ് പൊസിഷൻ ഇരിക്കുമ്പോഴും അദ്ദേഹം വിളിച്ചാൽ നോ എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളാണ് നിമിഷം അദ്ദേഹം പങ്കുവച്ചത്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ഫിലാൻഡ്രോപ്പിസ്റ്റ്, മനുഷ്യസ്നേഹി. അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിലാണ് ഇവിടെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുസ്തഫ ഹുദവി ആക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്മായിൽ ഫൈസി പ്രാർത്ഥന നടത്തി. പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം, മുൻ MLA പാറക്കൽ അബ്ദുള്ള, NA അബൂബക്കർ മാസ്റ്റർ, മഹല്ല് പ്രസിഡന്റ് മുസ്തഫ നെല്ലിക്ക, സെക്രട്ടറി സിദ്ദീഖ് കൂടത്തിൽ, വി നാസർ മാസ്റ്റർ, PPA ഹമീദ്, PM സാദിഖ്, മൂസ കുറുങ്ങോട്ട്, മുസ്തഫ കല്ലുംബ്രം, TT ഫാറൂഖ്, കാവുള്ളതിൽ കുഞ്ഞിമുസ, മുഹമ്മദ് ഹനീഫ, അക്ബർ കുന്നോത്ത്, KP സാജു, കൂടത്തിൽ കുഞ്ഞബ്ദുള്ള, MPK അയ്യൂബ്, ഡോക്ടർ NA മുഹമ്മദ് റഫീഖ്, ഫൈസൽ കുണ്ടത്തിൽ, അസീസ് കുന്നോത്ത്, NA കരീം, EA നാസർ, കുഞ്ഞാറ്റത്തങ്ങൾ, ഹമീദ് കിടങ്ങി എന്നിവർ പങ്കെടുത്തു. ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് നടന്ന വനിതാ സംഗമം ഫാത്തിമ തലിയ ഉദ്ഘാടനം ചെയ്തു. വൃക്കരോഗ നിർണയ ക്യാമ്പ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. പ്രഥമ ശുശ്രൂഷ പരിശീലനം റഫീഖ് സക്കരിയ ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിവേദ് ഹരിദാസ് ക്ലാസിന് നേതൃത്വം നൽകി.